എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നിട്ട് നമ്മുടെ റെസിപ്പി ഈ ഒരു ലോക്ക്ഡൗൺ സമയത്തേക്ക് ഇറച്ചി, മീനും, മുട്ടയും ഒന്നും തന്നെ ഇല്ലെങ്കിലും 4 കൂട്ടം കറികൾ കൂട്ടി നല്ല രുചികരമായിട്ട് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റിയ ഒരു ഊണാണ്. ഈ ഒരു കറികളൊക്കെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു 4 കറികളും കൂട്ടി വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ഊണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഞാനിപ്പോൾ ഇതിലേക്കൊരു ഒഴിച്ചു കറിയും ഒരു മെഴുക്കുപുരട്ടിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയും അതുപോലെ തന്നെ നമുക്ക് മീനൊന്നും ഇല്ലാത്ത സമയത്ത് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൈയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെഴുക്കുപുരട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 20ഓളം അച്ചിങ്ങപ്പയർ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്ത് ഇത് വേവിക്കാതിരിക്കുന്നതാണ് നല്ലത്. അധികം വെള്ളം ഒഴിച്ച് നമ്മളിത് വേവിച്ചാൽ മെഴുക്കുവരട്ടിക്ക് ആയതുകൊണ്ട് ഒരു പച്ചക്കറിയുടെ രുചി അങ്ങ് പോവും. അതുകൊണ്ട് ആദ്യമേ കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു വെജിറ്റബിളിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങിക്കോളും. ഒരു 2-3 തവണ അതുപോലെ ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മളൊരു കുറച്ച് മാത്രം വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി, അതൊന്ന് വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പയർ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുള്ളൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 15ഓളം ചെറിയുള്ളി ഞാനൊന്ന് ചതച്ചെടുത്താണ്. ചെറിയുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 15ഓളം ഉള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ടു പോകേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2-2.5 ടീസ്പൂണോളം വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഉരുളക്കിഴങ്ങും അച്ചിങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒരു 5-6 മിനിറ്റോളം ഇളക്കി കൊടുക്കണം. നന്നായിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുത്താലേ ഒരു മെഴുക്കുവരട്ടിക്ക് നല്ലൊരു രുചി ഉണ്ടാകത്തുള്ളൂ. ഇതുപോലെ ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒഴിച്ചു കറിക്കായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല പോലെ തന്നെ പരിപ്പൊന്ന് കഴുകി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പരിപ്പ് കറിയിലേക്ക് തക്കാളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 മീഡിയം വലിപ്പമുള്ള നല്ല പഴുത്ത തക്കാളിയാണ്, അത് 3 ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും ഒരു 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു 2 കപ്പ് അളവിൽ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മുങ്ങിക്കിടക്കുന്ന പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്ത ഒരു പരിപ്പിന് അത്യാവശ്യം ഒരു വേവുള്ളതായിരുന്നു. അപ്പോൾ എനിക്കൊരു 4 വിസിലോളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് പരിപ്പൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. വേവ് അധികം ഇല്ലാത്ത പരിപ്പൊക്കെ ആണെങ്കിൽ ഒരു 2 വിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് വെന്ത് കിട്ടും. എനിക്കിപ്പോൾ ഇതൊരു 4 വിസിലോളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഈ ഒരു കറിക്കായതുകൊണ്ട്. പക്ഷെ എന്നാൽ അത്യാവശ്യം ഒന്ന് ഉടച്ചിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാം. ഇത് ഞാനൊരു ചട്ടിയിലേക്കൊന്ന് മാറ്റുകയാണ്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പുളി നോക്കിയിട്ട് പുളി ആവശ്യമെങ്കിൽ മാത്രം ഇതുപോലെ കുറച്ച് മാത്രം വാളൻപുളി എടുത്തിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു പുളി നോക്കിയിട്ട് മാത്രം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പുളിയുള്ള തക്കാളിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു വാളൻപുളിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഇതുപോലെ പുളി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ച് വാളൻപുളി എടുത്തിട്ട് ഇതുപോലെ പിഴിഞ്ഞ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പരിപ്പ് കറി ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഇത് പിന്നെ അങ്ങ് കുറുകി അങ്ങ് വരും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഇളക്കി നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ പരിപ്പ് കുറച്ചും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഈ ഒരു തവി കൊണ്ട്. അപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ തിളച്ച് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കടുകൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഇതുപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കടുകും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഈ ഒരു കറിയിലേക്ക് നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണേ, എങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഒരു 3 വറ്റൽമുളകും കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തത് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. തേങ്ങ ഒന്നും ചേർക്കാതെ തന്നെ പരിപ്പും തക്കാളിയും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു കായാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കായയുടെ തൊലിയൊന്നും നമുക്ക് ഇതുപോലെ കളഞ്ഞിട്ടെടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെരിച്ച് നമുക്ക് ഈ ഒരു വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെരിച്ച് ഈ ഒരു വലിപ്പത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ കഴുകിയതിൻ്റെ വെള്ളം ഒന്ന് തോർന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു ഇടിവത്തട്ടിൽ ആവിയിൽ വേവിച്ചിട്ടെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു തട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കായല ഇതിലേക്ക് വെച്ചിട്ട് മൂടി കൊണ്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. ഒരുപാടങ്ങ് വെന്ത് പോകരുത്. ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവി കയറ്റി ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മസാല നമുക്കൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്നെങ്കിലും നമ്മൾ ഈ ഒരു ചെറിയ ജീരകവും പെരിഞ്ചീരകവും ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആദ്യമേ ഇത് രണ്ടൊന്ന് പൊടിച്ചിട്ടെടുക്കുക. ഒന്ന് ചൂടാക്കി ഇതിലേക്ക് ചേർത്തില്ലെങ്കിൽ എല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പൊടിഞ്ഞു വരാൻ പ്രയാസമാവും. പിന്നെ ഇതിലേക്ക് അത്യാവശ്യം ഈ ഒരു വലിപ്പമുള്ള ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 6 എണ്ണം വരെയൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് 3-4 കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി ഇതുപോലെ പിഴിഞ്ഞിട്ടെടുത്താണ്. ആ ഒരു നാരങ്ങ നീരും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അരഞ്ഞു വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്, എന്നാലും അരയ്ക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമെങ്കിൽ കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ്. വറുത്തിട്ടുള്ള അരിപ്പൊടി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മളൊരു 3/4 ഭാഗത്തോളം വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കായലേക്ക് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു കായലെല്ലാം തന്നെ ഒരു മസാല ഞാനൊന്ന് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു കായൽ നല്ല പോലെ തന്നെ ഒരു മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മളൊരു 10-15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കുമോ, പുറത്ത് വെച്ചിരുന്നാലും മതി. കുറച്ച് സമയം നമ്മളൊന്ന് വെച്ചിരുന്നാൽ മാത്രമേ ഒരു മസാല അതിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഓയിൽ അത്യാവശ്യം നല്ല ചൂടായിട്ട് എടുക്കുകയാണ്. നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ മസാല അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് ഇതുപോലെ തൂക്കി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ചൂടായിട്ട് കിടക്കുന്ന ഇതിലേക്ക് നമുക്ക് ഒരു വാഴക്കായ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് ഞാനിവിടെ നല്ല പോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടാൻ ഒരു അടിപൊളി ചമ്മന്തിയും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണയൊക്കെ ചെയ്യുന്ന ഒരു ചമ്മന്തി തന്നെയാണ്. ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 10-12 ചെറിയ ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്കിത് സവാള ചെറിയതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഒരു 2-3 വെളുത്തുള്ളിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഈ ഒരു ഉള്ളി ആണെങ്കിലും വെളുത്തുള്ളി ഒന്ന് ചെറിയതായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഉള്ളി ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരു 8ഓളം വറ്റൽമുളക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ നെടുക്കെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇവ രണ്ടും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഒരു പച്ചമുളക് ആണെങ്കിലും ഒരു വറ്റൽമുളക് ആണെങ്കിലും ഒന്ന് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇനി നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റിയേക്കാം. അപ്പോൾ എണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 2 മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അപ്പോൾ ഈ ഒരു തക്കാളിയും കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഒരു ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് ഇതുപോലെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം ഇതുപോലെ തുറന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊരു തക്കാളി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇതിപ്പോൾ കണ്ടില്ല, തക്കാളി നമുക്കിവിടെ നന്നായിട്ട് വെന്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു തക്കാളിയിലേക്ക് ഇതുപോലെ ചെറിയൊരു കഷ്ണം വാളൻപുളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരിഞ്ഞു പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഇഡ്ഡലിയുടെ ദോശയുടെ ഒക്കെ കഴിക്കാനായിരിക്കും നല്ലത്. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു 1-2 തവണയൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരുപാട് ഫൈനായിട്ട് അരിഞ്ഞു പോവാതെ ഇതുപോലെ ഞാനൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു വന്ന് മിക്സ് ചെയ്യാണ്.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ തക്കാളിയൊക്കെ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്ന ഈ ഒരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു കായ ഫ്രൈയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഈ ഒരു മെഴുക്ക് പുരട്ടിയും കുറച്ച് ചമ്മന്തിയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മുടെ ഒരു തക്കാളിയും പരിപ്പും വെച്ചിട്ടുള്ള കറിയും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ലോക്ക്ഡൗൺ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഊണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇറച്ചി മീനും മുട്ടയും തേങ്ങയും ഒന്നും ഇല്ലെങ്കിലും നല്ല രുചികരമായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ഊണാണിത്. ഈ ഒരു റെസിപ്പിയൊക്കെ മിക്കവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. പിന്നെ ആദ്യമായിട്ടൊക്കെ കുക്കിങ്ങിലേക്കൊക്കെ വരുന്നവർക്കും ബാച്ചിലേഴ്സിനും ഹോസ്റ്റലിലൊക്കെ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.